Hi friends, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ആസ്ട്ര ഹോസ്പിറ്റലിലോട്ട് പോവാണ്. നമുക്കിന്നൊരു ക്ലാസ് ഉണ്ട്, പ്രഗ്നൻസി ക്ലാസ് ആണ്. സോ അതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും പറയാം. ഇത് എല്ലാ പാരൻ്റ് ആവാൻ പോകുന്ന ആളുകളും കണ്ടിരിക്കേണ്ട ക്ലാസ്സുകളാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിനെയും കൂടെ അകത്ത് കയറ്റും എന്നുള്ളതാണ്. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ടൈം പാരൻസ് ആവുന്ന ആളുകൾക്ക് കുറേ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ ലാക്ടേഷൻ്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെ പറ്റിയും പിന്നെ സ്റ്റെം സെൽസ് സ്റ്റോർ ചെയ്യുന്നതിനെ പറ്റി, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ടോപ്പിക്സ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ അതാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. കൂടുതലും ലാസ്റ്റ് ട്രൈമസ്റ്ററിലാവുമ്പോഴാണ് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ഡെലിവറിക്ക് അടുത്ത് നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ നോളജ് കിട്ടുമ്പോൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ ഇതുപോലെ ക്ലാസ്സുകൾ ഇല്ലാത്തവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. കാര്യം ഞാൻ ഇന്ന് ആ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, അത് ഞാൻ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത്, അത് ഞാൻ എന്തായാലും നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് വയ്ക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിക്കുന്ന എൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദുബായിലുള്ള ആസ്റ്റർ അൽക്കിസൈസിലാണ് ഞാൻ കാണിക്കുന്നത്. റബീല ഡോക്ടറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരുന്നു അന്ന് അവിടെ ആദ്യം എത്തിയ ആൾക്കാർ. കാര്യം ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് ഏർലി ഇറങ്ങിയായിരുന്നു. സോ നമ്മൾ ആ ഹോളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ ടോപ്പിക്സിലായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാണോ മനസ്സിലായ കാര്യങ്ങൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാരൻസിൻ്റെ എമിറേറ്റ്സ് ID, അതുപോലെ പാസ്പോർട്ട്, പിന്നെ ഇൻഷുറൻസ് കാർഡ് അത് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ പേര് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. കാര്യം അത് നമ്മൾ ഡോക്യുമെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അറ്റസ്റ്റഡ് മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ബർത്ത് നോട്ടിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. പിന്നെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് ഒരു 34th വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ തന്നെ ഓൾമോസ്റ്റ് റെഡിയാക്കി വച്ചേക്കണം എന്നാണ് അവർ പറഞ്ഞത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം, എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ബേബിയുടെ ഹോസ്പിറ്റൽ ബാഗിലും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഒത്തിരി സാധനങ്ങളുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ അവർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഫീഡിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് കുറച്ചധികം പൊസിഷൻസ് ഉണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കുഞ്ഞ് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വേണ്ടി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് ആ ക്ലാസ്സിൽ കൂടുതൽ സംസാരിച്ചത്. അതുപോലെ തന്നെ കാർ സീറ്റ്, നമ്മൾ ബേബിനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ടൈമിൽ കാർ സീറ്റ് മസ്റ്റായിട്ടും വേണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ഫൈൻ ഉണ്ട് UAE. അതുപോലെ തന്നെ എങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റെം സെൽസ് സ്റ്റോർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റെം സെൽസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലുണ്ട്. സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ ഭേദമാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റെം സെൽസ് നമ്മുടെ കുഞ്ഞിൻ്റെ ആ ഒരു പുക്കിൾക്കുടിയിൽ നിന്ന് വരുന്നതാണത്. അപ്പോൾ അത് സ്റ്റെം സെൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഹോസ്പിറ്റൽസിൽ തന്നെ. അത് പെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഹോസ്പിറ്റലുകാരോട് അറിയിച്ചു കഴിഞ്ഞാൽ അവരതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു പുതിയ അറിവായിരുന്നു ഇത്തവണ പോയപ്പോൾ ഉള്ളതിൽ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നേരത്തെ നമ്മൾ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റെം സെൽസിൻ്റെത് ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അവർ സ്നാക്സും വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഗിഫ്റ്റ് ഹാമ്പറിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോഴേക്കും ഡയറക്റ്റ് എടുത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കാര്യം എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. മസ്റ്റർലയുടെ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ജോൺസൺസിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു.
ബേബി ലോഷൻ, ഷാംപൂ, ഓയില്, പിന്നെ വെറ്റ് വൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൽ ഗിഫ്റ്റ് ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നല്ല വർത്തായിരുന്നു. നിങ്ങൾക്കും ഈ ഒരു വീഡിയോ വഴി കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഹോസ്പിറ്റൽസിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പം ഡെഫിനറ്റ്ലി ചോദിക്കുക ഇതുപോലെയുള്ള ക്ലാസ്സുകളെ പറ്റി. അപ്പം മിക്ക ഹോസ്പിറ്റൽസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, സ്പെഷ്യലി ഹസ്ബൻഡുമായിട്ട് പോയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.